കാസർഗോഡിന്റെ വടക്കൻ മേഖലകളിൽ ഗുണ്ടകളുടെ വിളയാട്ടം കൂടി വരുന്നു. കഴിഞ്ഞ ദിവസം ചിരട്ട കമ്പനി ഉടമയെ തോക്കുകാട്ടി ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്ത കേസിൽ മഞ്ചേശ്വരം പോലീസ് 2 പേരെ അറസ്റ്റ് ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ മംഗൾപാടി പഞ്ചായത്തിലെ ആദ്യ AC മൾട്ടി ഫംഗ്ഷൻ ഹാൾ ഫെറോ മൾട്ടി ഫംഗ്ഷൻ ഹാൾ, ജനപ്രിയ നയാ ബസാർ, ഉപ്പള, കാസർഗോഡ്. 30-കാരനായ മർത്തണയിലെ മുഹമ്മദ് സാലി, 24-കാരനായ പുരുഷൻകോടിയിലെ മുഹമ്മദ് റാസിഖ് എന്നിവരെയാണ് മഞ്ചേശ്വരം അഡീഷണൽ SI നിഖിലും സംഘവും അറസ്റ്റ് ചെയ്തത്. ചിരട്ട കമ്പനി ഉടമയെ ഭീഷണിപ്പെടുത്തി 1000 രൂപ തട്ടിയെടുത്ത സംഭവത്തിലാണ് അറസ്റ്റ്. ഇരുവരും കേരളത്തിലും കർണാടകയിലുമായി നിരവധി കേസുകളിലെ പ്രതിയാണെന്നും പോലീസ് അറിയിച്ചു. മിയാപ്പദവ് ബഞ്ചങ്കളയിൽ ആഗസ്റ്റ് 9-നാണ് ഇപ്പോഴത്തെ അറസ്റ്റിനാസ്പദമായ സംഭവം. ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി P. ബിജോയിയുടെ നിർദ്ദേശപ്രകാരമാണ് സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് കേസെടുത്തതും പ്രതികളെ അറസ്റ്റ് ചെയ്തതും. പോലീസ് നടപടികൾ കർശനമാക്കുമ്പോഴും ഈ അതിർത്തി സ്റ്റേഷന്റെ പരിധിയിൽ ഗുണ്ടകളുടെ അതിക്രമങ്ങളും സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടവും വർദ്ധിച്ചു വരുന്നുണ്ടെന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം. കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ നിന്നും മഞ്ചേശ്വരത്തെ ഒരു വീട്ടിലെത്തിയ സംഘം അകത്തു കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും കുടുംബാംഗങ്ങളെ പുറത്താക്കി വലിയ തോതിൽ ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു. വിവരമറിഞ്ഞ് പോലീസ് എത്തുമ്പോഴേക്കും സംഘം സ്ഥലം വിട്ടിരുന്നു. ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെല്ലാം വേഗത്തിൽ അതിർത്തി കടന്ന് രക്ഷപ്പെടുന്നതാണ് മഞ്ചേശ്വരം പോലീസിന് വെല്ലുവിളിയും തലവേദനയുമായി മാറുന്നത്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.